ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ സുപ്രഭാതത്തിലെ നമ്മുടെ ഈ സൂം പ്രോഗ്രാമിലേക്ക് MC ആകാൻ അവസരം തന്ന പ്രത്യേകിച്ച് നമ്മുടെ ലീഡർ മനോജ് സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം നമുക്ക് ഈ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിന് മുമ്പായിട്ട് മൗനമായി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ടോപ്പിക്ക് വെൽനസ് റെവല്യൂഷൻ. നമ്മൾക്ക് ആഫ്റ്റർ കൊറോണ, അതിനുശേഷം ഇങ്ങോട്ട് മനുഷ്യൻ ആരെന്നില്ലാണ്ട് കുഴഞ്ഞു വീണ് എന്നല്ല, മരിച്ചു വീഴുക എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യാതൊരു ഗ്യാരണ്ടിയുമില്ല. സാഹചര്യത്തിലാണ് നമുക്ക് കൊറോണയോട് പൊരുതി ജയിച്ച ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുകയും കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ വേറൊരു പ്രൊഡക്റ്റിനും കിട്ടാത്തൊരു അവാർഡ്, അങ്ങനെ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയും അത് കേരളത്തിൽ നിന്നല്ല, നമുക്ക് ലോകത്ത് എവിടെയും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനി ആണ് ഈ ബയോട്ടോറിയം. അതിന്റെ MD സാഗർ ജോഷി സാറ് സാധാരണക്കാരനെ ആരോഗ്യമുള്ളതും സന്തോഷമുള്ളതും ആക്കി തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി, അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്? ആരോഗ്യവും സമ്പത്തുമാണ് നമ്മുടെ ടോപ്പിക്. അപ്പം ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന് സന്തോഷം വേണം, സമാധാനം വേണം, അതിന് പണവും വേണം. ഇതെല്ലാം തരാൻ കഴിയുന്ന രീതിയിൽ കമ്പനി അവിടെ റെഡിയാണ്. നമ്മൾ ഇതുവരെ റെഡി ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ട കാലഘട്ടത്തിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തൊഴിൽ തേടി പണിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്ത് ചോദിച്ചാലും സുഖമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്നുവെച്ചാൽ ഒന്നുകിൽ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് 30 കഴിഞ്ഞ് ഇന്ന് 10 വയസ്സ് കഴിഞ്ഞാലും 5 വയസ്സ് കഴിഞ്ഞാലും ആദ്യം കിട്ടുന്ന ഒരു രോഗമാണ് ഷുഗർ. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചു നിർത്താനും പ്രത്യേകിച്ച് മടിയന്മാരായ മലയാളികളുടെ എല്ലാ സാധനവും വീട്ടിൽ മേടിച്ചു വെക്കും. ജിമ്മില് പോകുന്നതിന് അവിടം വരെ പോകണ്ടേന്ന് പറഞ്ഞ് എല്ലാം വീട്ടിൽ മേടിച്ചു വെക്കും. പക്ഷെ ഒന്നും ചെയ്യാത്ത, അവിടെ ഒരു 2 ദിവസം അതിലെല്ലാം കയറി ഒരു യുദ്ധമൊക്കെ നടത്തും. 3-ാമത്തെ ദിവസം വീണ്ടും കിടന്നുറങ്ങും. എന്നെ പോലെ ഞാനും 6 മണി വരെ കിടന്നുറങ്ങും. അപ്പോ ആ മടിക്ക് പരിഹാരമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ട് 5 കിലോമീറ്റർ ചെരുപ്പിടാണ്ട് ഓടുന്ന ഫീലിംഗ്, അതായത് ആ എനർജി 8 മണിക്കൂർ നമ്മുടെ മാസ്റ്റർ പാഡിൽ കിടന്നുറങ്ങിയാൽ കിട്ടും എന്ന് ബോധ്യം വന്നപ്പോൾ ഈ മടിയനായ ഞാൻ ആ പ്രൊഡക്റ്റ് മേടിക്കുകയും ഇന്ന് 2.5 വർഷത്തോളം ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും പോകുന്നില്ല. നമുക്കതിൽ വിശ്വാസം ഉണ്ടാകും. അപ്പൊ എന്തൊരു കാര്യത്തിലും, നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ, നമ്മൾ പറയുന്നൊരു കാര്യത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരാളോട് ഒരു കാര്യം
പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അത് സത്യസന്ധമായി നമ്മൾ ജനങ്ങളോടും പറയുക. നമ്മുടെ കമ്പനിയും പറഞ്ഞിരിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻഷനാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കറക്റ്റ് ആകുമ്പോൾ, നമ്മുടെ ഓർഗൻസ് ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ നമ്മളുടെ കോശങ്ങൾ ക്രമേണ ആരോഗ്യമുള്ള കോശങ്ങളായിത്തീരുന്നു. അങ്ങനെ അകത്തൊന്നും കഴിക്കാണ്ട് വീട്ടിലെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആ കമ്പനി ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുപോലെ വെൽനസ് സെന്ററുകൾ ഇന്ന് നമുക്ക് ഓരോ മുക്കിലും മൂലയിലും തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം പ്രൊഡക്റ്റുകളും അത്രത്തോളം മിറാക്കിളായ മാനം തരുന്ന, വേണമെന്ന് വെച്ചാൽ ഒരു ദിവസം 1,00,000-ലേറെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പനി തയ്യാറാണ്. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഇത്. ഏതെങ്കിലും ഒരു ലീഡർ വന്ന് നമ്മളെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ചുമതല തെച്ചും ആ ലീഡറുടെ തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യും പോലെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ടോപ്പിക്കിലേക്കൊന്നും കിടക്കുന്നില്ല. വെൽനസ് സെന്ററുകളുടെ കാലഘട്ടത്തിൽ വെൽനസ് റെവല്യൂഷൻ, ഇതാണ് ഇന്നത്തെ ജേക്കബ് സാറിന്റെ ടോപ്പിക്ക്. ഞാനിവിടെ പരിചയപ്പെടുത്തി. എന്റെ പേര് ബിച്ചു പുളിക്കൽ. ഇതിൽ ഏകദേശം പുതിയ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയാണ്ടുള്ളൂ. ഒരു 2.5 വർഷത്തോളമായി ഇടയ്ക്കൊക്കെ സൂമിൽ ഇങ്ങനെ തല കാണിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരമായിട്ട് ഇപ്പൊ സൂമില് കേരളില്ല, മിക്കവാറും തിരക്കാണ്. റിയൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് ആണ് എന്റെ സബ്ജക്റ്റ്. പക്ഷെ ഈ പ്രൊഡക്റ്റിനെയും ഈ കമ്പനിയെയും ഈ കൂട്ടായ്മയിലെ ആൾക്കാരെയും ഹൃദയത്തിലെടുത്ത് സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്നലെ, അതുകൊണ്ടായിരിക്കും മനോജ് സാറ് എന്നോടൊന്നും ചോദിക്കാണ്ട് എന്നെ ഇന്ന് MC ആക്കിയത്. ഒരനുവാദം വേണ്ട, ആ കൂടപ്പറപ്പിനോട് പറഞ്ഞാൽ അവൻ കേട്ടോളും എന്ന് മനോജ് സാറ് കരുതിയിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ജേക്കബ് സാർ, സോമിച്ചേട്ടൻ എന്ന് പറയുന്ന ആളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് മനോജ് സാറാണ്. അതേപോലെ നേരത്തെ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് അദ്ദേഹവുമായിട്ട് എന്റെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിലും ചെറുതായിട്ട് കൈകുത്തിയ ആളാണ് ജേക്കബ് സാറ്. അദ്ദേഹത്തിന്റെ മെയിനായ ആദ്യത്തെ തൊഴില് കമ്മ്യൂണിസമായിരുന്നു. ആരും വിശ്വസിക്കാത്ത ഒരു സബ്ജക്റ്റ് എടുത്ത് കുടുംബത്തെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസമായിട്ട് പുറംചാടിപ്പോയ ഒരു താന്തോന്നിയായ സോമിച്ചേട്ടനെ പ്രത്യേകം നന്ദി പറയുന്നു. അതിനുശേഷം ജീവിതത്തിന്റെ ഒരു പങ്കാളിയെ കിട്ടിയപ്പോൾ, ജീവിതം എന്ന പ്രാരാബ്ദം വന്നപ്പോൾ LIC മേഖലയിൽ 40 വർഷത്തോളം അത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ വിജയിക്കുകയും, അങ്ങനെ ഇരിക്കുമ്പോൾ അവനവന്റെ ശരീരത്തിലെ ആ ജീവിത പ്രാരാബ്ദങ്ങളുമായി മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ, ഭൂമിയിൽ നിന്നും അകന്നു ജീവിച്ചപ്പോൾ കാലിൽ വെരിക്കോസ് എന്ന ആ ഒരു രോഗത്തിന് പ്രതിവിധിയായി നമ്മുടെ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ, അതിന് റിസൾട്ട് കിട്ടിയപ്പോൾ ഈ പ്രൊഡക്റ്റിനെയും ഈ കമ്പനിയെയും നെഞ്ചിലേറ്റി ജീവിതത്തിന്റെ ഒരു സൈഡായി LICയുടെ കൂടെ ഇതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. നമ്മളിലൊക്കെ ഇതിൽ പ്രത്യേകിച്ചൊരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും എല്ലാ മതഗ്രന്ഥങ്ങളെ കുറിച്ചും ഏതൊരു കാര്യം കിട്ടിയാലും അതിനെക്കുറിച്ച് വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുന്ന ഒരാളാണ് സോമിച്ചേട്ടൻ. നമ്മളെല്ലാരും ജേക്കബ് സാറ് എന്ന് വിളിക്കുന്ന
സോമിച്ചേട്ടനെ ഇന്നത്തെ വെൽനസ് റവല്യൂഷൻ കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ 100% അതിനുള്ള അറിവും പ്രാപ്തിയുമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ KBC കമ്മ്യൂണിറ്റിയുടെ പേരിലും നമ്മൾ ഇതിൽ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം ഞാൻ ഈ സൂം പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ഓൾ. സാറ് എന്നെ പരിചയപ്പെടുത്തി. എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സാർ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്തിന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് നമുക്കറിയാം. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇൽനസ് ഇൻഡസ്ട്രിയും അതിവേഗം അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. നാമൊക്കെ പ്രതീക്ഷിച്ചതിന് എത്രയോ അപ്പുറത്തേക്കാണ് ഇൽനസ് ഇൻഡസ്ട്രി അതിന്റെ വളർച്ചയും വ്യാപ്തിയും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. രോഗം എന്നത് ഒരു കുറ്റമല്ല, ആർക്കും രോഗം വരാം. പ്രത്യേകിച്ച് ഒരു അപകടം, അതുപോലെ ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, ഒരു പകർച്ചവ്യാധി, ഇതിനൊന്നും നമുക്കൊരു പ്രതിവിധി എന്ന രീതിയിൽ, ഒരു മുൻകരുതൽ എന്ന രീതിയിലൊന്നും നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതല്ലാത്ത രോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും എന്ന് വെൽനസ് റവല്യൂഷന്റെ അല്ലെ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഇന്ന് ലോകത്ത് അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം എന്തുകൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത് എന്ന് വളരെ പുരാതന കാലം മുതൽ തന്നെ ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി പഠിച്ചിരുന്നു. ഈ പ്രകൃതി മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പര്യാപ്തമായ സാഹചര്യങ്ങൾ ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. എന്നാൽ മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ എപ്പോൾ മുതൽ നഷ്ടപ്പെടുത്തിയോ അന്ന് പ്രകൃതി അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം രോഗമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗത്തിന് നമ്മുടെ എൻവയറമെന്റുമായി അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്, നമ്മുടെ പരിസ്ഥിതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മനുഷ്യൻ അവന്റെ ജീവിത രീതി കൊണ്ടും അവന്റെ ഭക്ഷണ രീതി കൊണ്ടും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ തേടിയുള്ള അവന്റെ പ്രയാണത്തിലുമാണ് രോഗാവസ്ഥയിലേക്ക് പോയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മനുഷ്യൻ മാത്രമാണ് സ്വന്തമായി ഇത്രയധികം ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്, അറിവ് സമ്പാദനത്തിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്നും ഏറെ ദൂരം അകന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇൽനസ് ഇൻഡസ്ട്രിയുടെ വളർച്ച നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയൊക്കെ പ്രധാനപ്പെട്ട അവകാശികൾ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ മുതലാളിമാരാണ്. എന്നാൽ ഈ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കുറവ് മരുന്ന് ഉപയോഗിക്കുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് ഇതിന്റെ ആ ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളം അടക്കമാണ് ഇത്രയധികം മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അത് വലിയൊരു വ്യവസായമായി, വലിയൊരു വരുമാനമായി എന്ന് മാറിക്കൊണ്ടിരിക്കുക. ആയുധ വ്യവസായം പോലെ തന്നെ, ആയുധ വ്യാപാരം പോലെ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് വെൽനസ് റവല്യൂഷന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരിക. രോഗം എങ്ങനെ വരാതിരിക്കാം? രോഗം വന്നാൽ ചികിത്സിച്ചേ മതിയാവും. ആ ചികിത്സയുടെ ഭാഗമാണ് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, വിദഗ്ധരായ ഡോക്ടർമാർ, അതുപോലെ ഡയഗ്നോസ്റ്റിക് സെന്റർ,
നഴ്സുമാർ അടക്കമുള്ള വലിയ ഒരു ആരോഗ്യ മേഖലയുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വലിയ സ്ഥാപനം. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്ന ഒരു മാറ്റം, ഈ കൊച്ചു കേരളത്തിനകത്തെ വലിയ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ 50-60% ഷെയർ വാങ്ങിക്കൊണ്ട് അവരിവിടെ മുതൽ മുടക്കിയിരിക്കുക. ഈ മുതൽ മുടക്കിയിരിക്കുന്ന കമ്പനികളൊന്നും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളല്ല, അവരെല്ലാം ഇൻവെസ്റ്റേഴ്സ്. അപ്പോ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ പണം മുടക്കണമെങ്കിൽ അതിനനുകൂലമായ വലിയൊരു വിളനിലം ഈ രാജ്യത്തുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരതിന്റെ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് ആരോഗ്യപരമായ ഒരുപാട് അവയർനെസ് ഉള്ള ആളുകളാണ് എന്ന് നമ്മൾ മേനി നടിക്കുമ്പോഴും നമ്മൾ ഇവിടെ രോഗാതുരരായ ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിന് തെളിവ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം നിർബന്ധമായും വേണം. അതുകൊണ്ട് ഈ സമൂഹത്തെ കുറിച്ച് വ്യക്തമായ ഒരു പഠനം അവർ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡയബറ്റിക്കിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളത്തിനകത്താണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കാർഡിയാക് സർജറികൾ നടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. പ്രഷറും അതുപോലെ തന്നെ മറ്റനുബന്ധമായ രോഗങ്ങളുമുള്ള സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ സമൂഹം ഇന്ന് അതിവേഗം രോഗാവസ്ഥയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുക. ക്യാൻസർ രോഗികളുടെ വലിയൊരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുണ്ടെന്ന് മേനി നടിക്കുമ്പോഴും നമുക്കിന്ന് തിരിച്ചറിവില്ല എന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ വളർന്നു വരുന്ന യുവാക്കളുടെ ഒരു സമൂഹവും ന്യൂ ജനറേഷനും കൂടുതൽ അനാരോഗ്യത്തിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ജില്ലയിലടക്കം കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 3 ഹോസ്പിറ്റലുകളാണ് മിംസ്, അതുപോലെ ബിബി മെമ്മോറിയൽ, അതുപോലെ കിംസ്. ഈ 3 ഹോസ്പിറ്റലുകളുടെയും മേജർ ഷെയറുകൾ ഞാൻ ഈ പറഞ്ഞ കമ്പനികൾ വാങ്ങിയിരിക്കുക. ഈ അടുത്ത ദിവസം എന്റെ വൈഫിന് ഒരു ഫോൺ കോൾ വന്നു. മിംസ് ഹോസ്പിറ്റൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് നടുവേദനയുണ്ടോ, ഡയബറ്റിക് ആണോ, അസിഡിറ്റി പ്രോബ്ലം ഉണ്ടോ, അസ്ഥി സംബന്ധമായ രോഗങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിദഗ്ധ സംഘം നിങ്ങൾ ഹോസ്പിറ്റൽ വരാതെ തന്നെ നിങ്ങളുടെ വീട് സന്ദർശിക്കുന്നതായിരിക്കും. അപ്പൊ എത്രത്തോളം ആ മേഖലയിൽ അഡ്വാൻസ് ആയി അവരുടെ ഇരകളെ തേടിയുള്ള പ്രയാണം ആരംഭിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. നമുക്കറിയാം, പല വ്യാപാര മേഖലകളിൽ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ തേടിപ്പോകുന്നത് നമുക്ക് അറിയാം. ഇപ്പോ സ്വർണ്ണ വ്യാപാര മേഖലകളിൽ സ്വർണ്ണ നിധി എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവിനെ നിശ്ചയിച്ചുകൊണ്ട് വീടാന്തരം കയറി അവർ തന്നെ അതിന്റെ കാര്യങ്ങൾ സാധ്യതകൾ തേടി അവരെ അതിലേക്ക് ചേർത്തുകൊണ്ട് സ്വർണ്ണ വ്യാപാരം നടത്താറുണ്ട്. അതുപോലെ തന്നെ കല്യാണം പോലെയുള്ള ഒക്കേഷനുകളിൽ അതിന് എക്സിക്യൂട്ടീവിനെ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് വിവരപ്പെടുത്താറുണ്ട്. അതേപോലെ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ അതേ രീതിയിലുള്ള എക്സിക്യൂട്ടീവിനെ നിശ്ചയിച്ചുകൊണ്ട് ആരോഗ്യ സർവേ നടത്താൻ വേണ്ടി ഈ കമ്പനികളുടെ ഭാഗമായി ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ആരോഗ്യ ഒരു സർവേ നടത്തുന്നതിന് വേണ്ടി ഇറങ്ങി ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതചര്യ രോഗങ്ങളെ കുറിച്ചും രോഗികളുടെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് സർക്കാരിലേക്ക് അതിന്റെ ഒരു വിവരശേഖരണം നടത്തിയിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലായിട്ട്. അതുപോലെ തന്നെ ഗർഭിണികൾ എത്രയാണ്, മുലയൂട്ടുന്ന അമ്മമാർ എത്രയാണ്, ഈ രീതിയിലുള്ള ആരോഗ്യ സർവേകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നടത്തുമ്പോൾ നാട്ടിലുള്ള രോഗികളെ കുറിച്ചും രോഗം വരാനിരിക്കുന്നവരെ കുറിച്ചുള്ള സർവേ ഇത്തരത്തിലുള്ള ഈ ഹോസ്പിറ്റൽ ശൃംഖലയുമായി ബന്ധപ്പെട്ട
അവരുടെ ഒരു വിലയും ഇപ്പൊ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. മാത്രമല്ല ആ മേഖലയിൽ ഒട്ടേറെ അനാരോഗ്യകരമായ പ്രവണതകളും ഇപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടേയിരിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് അതിവേഗം അതുമായി ബന്ധപ്പെട്ട ചികിത്സ ലഭിക്കുന്നു. പിന്നെ അതില്ല, ഫണ്ടില്ലെങ്കിൽ EMI സൗകര്യം വരെ ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളിൽ ഇപ്പോ ലഭ്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുക. രോഗം വന്നാൽ ചികിത്സിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു അവയർനെസ് ആണ് ഇപ്പൊ സമൂഹത്തിനെ ഈ രോഗാതുരമായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് ആവശ്യം എന്ന തിരിച്ചറിവാണ് നമ്മളെ എല്ലാം ഇതിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഒരു ഒരു കേന്ദ്രമാക്കി നമ്മൾ മാറ്റേണ്ടത് എന്നൊരു തിരിച്ചറിവാണ് ഞാൻ ഈ സബ്ജക്ട് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്. നമുക്കറിയാം നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആ സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്ന് ഇറങ്ങിച്ചെന്ന ആളുകളിലേക്ക് പറയുന്നത് ഇതൊരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ പല ചോദ്യങ്ങളും പല സംശയങ്ങളും നമ്മൾ സമീപിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്കുണ്ടാവും. കാരണം ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് എന്താണ് അവകാശം, ഇവര് ആരോഗ്യ മേഖലയുമായി ഇവർക്ക് എന്താണ് ബന്ധം? മാത്രമല്ല ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റ് മനുഷ്യ ശരീരത്തിലെ വിവിധ തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും എന്ന് പറയാൻ ഇവർക്ക് എന്താണ് കാര്യം എന്ന സ്വാഭാവികമായ സംശയങ്ങളും ചോദ്യങ്ങളും ഫീൽഡിൽ നിന്ന് നമുക്ക് നിരവധിയായി കിട്ടിയിട്ടുണ്ട്. പല ഫീൽഡിൽ പോകുന്ന ആളുകൾക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരോടെല്ലാം വളരെ സ്നേഹപൂർവ്വം നമ്മൾ പറയുന്നത്, നമ്മൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ് മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണത്തെ സഹായിക്കുകയും ഓക്സിജന്റെ ലെവല് കൂട്ടുകയും ചെയ്യുന്നതോടൊപ്പം ഒട്ടനവധി ജീവിതജന്യ രോഗങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. ഇതൊരു മരുന്നല്ല എന്ന് വളരെ കൃത്യതയോടുകൂടി നമ്മൾ ആളുകളോട് പറയും. സ്വാഭാവികമായി ആദ്യമായി ഒരാൾ സമീപിക്കുമ്പോൾ ഞാനടക്കം ഇത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം മോഡേൺ മെഡിക്കൽ സയൻസ് ഇത്രയും അഡ്വാൻസ് ആയ ഒരു കാലത്ത് മാഗ്നൈസ്ഡ് വാട്ടർ കുടിച്ചും അതുപോലെ തന്നെ ഈ മാട്രസ് പാഡിൽ കിടന്നും നമുക്ക് ഇതുപോലെയുള്ള പ്രിവെൻഷൻ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും എന്ന ഒരു സാധാരണ യുക്തിക്ക് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് എന്റെ ശരീരത്തിലുണ്ടായ മാറ്റം എന്നെ ഏറെ ഇത് ചിന്തിപ്പിക്കുന്നതിലേക്ക് മാറി. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം പൂർണ്ണമായി ഭേദമാകും എന്ന് ഒരിക്കലും ഞാൻ ധരിച്ചിട്ടില്ല. അത് സർജറി ചെയ്യുന്നതിന് വേണ്ടി ഒരു രൂപ പോലും എനിക്ക് മുടക്കേണ്ടി വരുന്നില്ല. കാരണം LIC-യിലായതുകൊണ്ട് അത് പൂർണ്ണമായും നമുക്ക് മെഡിക്കൽ എയിലൂടെ നമുക്കത് ലഭിക്കും എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാരെ സമീപിക്കുകയും അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഓപ്പറേഷൻ ചെയ്താൽ അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാം, പക്ഷെ കാലിന് കുറച്ച് ദിവസത്തേക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അതിനുള്ള സമയം കണ്ടെത്താതെ അത് നീട്ടി കൊണ്ടുപോയതാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി ആ സമയത്തൊന്നും ഈ വെരിക്കോസ് പാടൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് 2.5-3 വർഷം മുമ്പ് വാട്ടർ എനർജി പാടിന്റെ ആ പാട് രാത്രിയിൽ ആ കാലിൽ വെച്ച് കെട്ടി 2 കാലിലും മാറി മാറി കെട്ടി ഒരു 90 ദിവസം കഴിഞ്ഞപ്പോ എന്റെ വെരിക്കോസ് പൂർണ്ണമായും ഭേദമായി എന്ന് പറഞ്ഞത് എന്നെ ഏറെ ചിന്തിപ്പിച്ചു. അവിടെ നടന്നതൊരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് കേവലം വെരിക്കോസ് പെയിൻ മാത്രമല്ല, ശരീരത്തിൽ എവിടെ ഉണ്ടാവുന്ന ഡിസോർഡറുകളെയും അത് കറക്റ്റ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തും എന്ന് നമുക്ക് ബോധ്യമായി. നമ്മൾ ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, പല വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ പ്രായമായ ആളുകൾ ഇത് കേൾക്കാൻ സന്മനസ് കാണിക്കും. കാരണം ജീവിത പ്രാരാബ്ദത്തിനിടയിൽ, ജീവിതയാത്രക്കിടയിൽ ഒരുപാട് രോഗം പേറിക്കൊണ്ടാണ് ഒരു 50-ന് ശേഷമുള്ള ആളുകളൊക്കെ ഇന്ന് ജീവിച്ചു തീർക്കുന്നത്. നമുക്കറിയാം ഒട്ടേറെ ജീവിതശൈലി രോഗങ്ങൾ അവരെ പിടിപെട്ടിട്ടുണ്ട്. ഡയബറ്റിക്കും അതുപോലെ തന്നെ പ്രഷറും കൊളസ്ട്രോളും
ശരീരവേദനയും വെരിക്കോസും സിവിലിയർ ആയിട്ടുള്ള മൈഗ്രെയിനും അതുപോലെ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ നിരവധിയായ രോഗങ്ങൾ ഓരോ ആളുകളെയും പിടിപെട്ട ആളുകളാണ്. ഓരോ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ 10 പേരുണ്ടെങ്കിൽ 10 പേരും മെഡിസിൻ എടുക്കുന്ന ആളുകളായി നമ്മുടെ വീടുകൾ മാറിയിരിക്കുക. പല വീടുകളിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. വീടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ മരുന്നിന്റെ ഒരു ബോക്സ് അത് വേർതിരിച്ച് പ്രായമായവർക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം മരുന്നിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മരുന്നിന്റെ കവറ് പ്രത്യേകം മാറ്റിവെക്കണം. ഹരിതകർമ്മസേനക്കാർ വീടുകളിലെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി വരുമ്പോ സാധാ പ്ലാസ്റ്റിക്കിന്റെ കൂടെ അത് വെക്കാൻ പാടില്ല, മരുന്നിന്റെ മാറ്റിവെക്കണം. കാരണം ആ മരുന്നിന്റെ പ്ലാസ്റ്റിക് അത്രത്തോളം പോയിസൺ ആണ്, അത്രത്തോളം കെമിക്കൽസ് ആണ്, അത് നമ്മുടെ എൻവയറൺമെന്റിന് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ടെന്ന് അവര് നമ്മളോട് പറയാറുണ്ട്. അപ്പോ അതിനുള്ളിലുള്ള മരുന്ന് ദൈനംദിനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, ഏത് രോഗത്തിനാണോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് അത് വേറൊരു രോഗം നമുക്ക് വന്നുപെടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത്രത്തോളം ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ വളരെ സഹിഷ്ണുതയോടെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തിരിച്ചു വരും. അത് സ്വാഭാവികമാണ്. ആ ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ ക്ഷമയോടും സഹിഷ്ണുതയോടും നമ്മൾ കേട്ടിരിക്കണം. അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. തിരിച്ചു ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പോകാതെ അപ്പോഴാണ് നമുക്കിതിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അങ്ങോട്ട് പറയാനും അത് കേൾക്കാനുമുള്ള ഒരു സഹിഷ്ണുത അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരിധി വരെ ഈ കാര്യങ്ങളെല്ലാം അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് സമ്മതിക്കും. കാരണം നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ രോഗത്തിലേക്ക് നമ്മൾ മാറി. ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു ഡിസോർഡറാണ്. നമ്മുടെ ജീവിത രീതിയിലുണ്ടായ ഒരു ഡിസോർഡറാണ്. നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ബീറ്റാ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസും അമിതമായി നമ്മൾ കൺസ്യൂം ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് ഉണ്ടായത് എന്ന് തിരിച്ചറിയുമ്പോൾ, അതിനെ എന്തുകൊണ്ട് അത് വന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കാരണം കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ ബീറ്റാ കോശങ്ങൾ നശിക്കുകയും പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് കൃത്യമായി പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് എത്ര നമുക്ക് കഴിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. 35 മുതൽ 40% വരെ മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം കാർബോഹൈഡ്രേറ്റ് വേണ്ടു. നമ്മൾ രാവിലെ കഴിക്കുന്ന ഇഡ്ഡലിയും ദോശയും കപ്പയും അതുപോലെ പല സാധനങ്ങളും കാർബോഹൈഡ്രേറ്റ് ആണ്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറും കാർബോഹൈഡ്രേറ്റ് ആണ്. വൈകുന്നേരം കഴിക്കുന്ന ചോറോ ചപ്പാത്തിയും കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ 40 എന്ന അളവ് എത്രയോ അധികം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. എന്നാൽ അത് ബേൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അധ്വാനം ഇന്നത്തെ സമൂഹത്തിൽ ആളുകൾ കുറഞ്ഞുപോയി. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ധാരാളം കലോറിയായി അത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയി വരുമ്പോൾ നമ്മൾക്ക് ബീറ്റാ കോശങ്ങൾ നശിക്കുകയും നമുക്ക് ഡയബറ്റിക്കിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോ ആളുകളെ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായ ഉപയോഗം കുറച്ചുകൊണ്ട് മറ്റ് ഫൈബർ കൂടിയ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണശീലങ്ങളെല്ലാം മാറി, നമ്മുടെ ജീവിത രീതികളെല്ലാം ആകെ മാറി. നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് രാത്രി ഏറെ വൈകി ഭക്ഷണം കഴിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക. സാധാരണ നമ്മുടെ വീട്ടിൽ രാവിലെ 5 മണിക്ക് നമ്മുടെ അമ്മമാർ എണീക്കും. അതിനുശേഷം നമ്മുടെ 6 മണിയോടുകൂടി ബാക്കി എല്ലാവരും എണീക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികൾ എണീക്കും. ആ ഒരു ശീലത്തിൽ നിന്ന് മാറി ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ മാത്രം എണീക്കുക. അതിലൂടെ കുറച്ച് മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഏറെ വൈകി എണീക്കുക എന്ന ശീലത്തിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഏർലി മോർണിംഗിൽ തന്നെ എണീച്ച് അവരുടെ കാര്യങ്ങളെ കൃത്യനിർവഹണത്തിലേക്ക് പോകുമ്പോൾ മടിയനായ മനുഷ്യൻ മാത്രം രാത്രിയിൽ ഏറെ ഉറക്കളിച്ച് പകൽ കടന്നുറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായ ആളുകളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വെൽനസ് അവയർനെസ്. അതാണ് ഒരു റെവല്യൂഷൻ ആയിട്ട് മാറേണ്ടത്. ഇത് ഡയബറ്റിക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോ ജീവിത രീതിയിലും ഇപ്പോ വെള്ളം കുടിക്കുക എന്ന ശീലം ലോകാരോഗ്യ സംഘടന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 20 കിലോ ഭാരത്തിന് 1 ലിറ്റർ വെള്ളം എന്നത്.
അത് എങ്ങനെ കുടിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ദാഹിക്കുമ്പോൾ, ശരീരം ആവശ്യപ്പെടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം എടുത്ത് ഒറ്റയടിക്ക് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ബ്ലാഡറിലേക്ക് പോകുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് യൂറിനേറ്റ് ചെയ്തു പോകുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആ ജലം നമുക്ക് കൃത്യമായി കിട്ടുന്നില്ല. കുടിക്കുന്ന ജലത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. ആ വെള്ളം ഹൈഡ്രേഷൻ ലെവൽ കറക്റ്റ് ആക്കുന്ന, പ്രത്യേകിച്ച് ഈ കൊടും വേനൽക്കാലത്ത്, ഈ ചൂട് കൂടിയ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. നഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ക്ഷീണം വർദ്ധിക്കുകയും ചെയ്യും. മറ്റ് ജീവജാലങ്ങളൊക്കെ തന്നെ ക്ഷീണിതരാകും. ആരോഗ്യ വകുപ്പ് ഇപ്പൊ പറയുന്നുണ്ട് 11 മണിക്ക് ശേഷമുള്ള നേരിട്ടുള്ള വെയിൽ നമ്മൾ കൊള്ളാൻ പാടില്ല. പിന്നെ 3 മണിക്കും 4 മണിക്കും ശേഷമാണ് വെയിൽ കൊള്ളുക. അത്രത്തോളം കൊടും വേനൽ ചൂടിൽ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വെന്തുരുകിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ജലം നമ്മൾ കുടിക്കണം. ആ കുടിക്കുന്ന ജലം സിപ്പായിട്ട് കുടിക്കണം എന്ന് ആളുകളിലേക്ക് നമ്മൾ പഠിപ്പിക്കണം. അത് നമ്മുടെ റവല്യൂഷന്റെ ഭാഗമാണ്. ചായ, പെപ്സി, കൊക്കോകോള അതുപോലെയുള്ള സാധനങ്ങൾ, പാനീയങ്ങൾ കുടിക്കുന്നത് ഈ അളവിൽ പെടില്ല. ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷനെ നിയന്ത്രിക്കുന്നില്ല. കാരണം അതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ഗുണമല്ല, ദോഷമാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതും നമ്മുടെ റവല്യൂഷന്റെ ഭാഗമാണ്. നിങ്ങൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് ഹോട്ട് കഴിക്കുന്നതിനേക്കാൾ അപകടമാണ് എന്ന തിരിച്ചറിവ് കൊടുക്കണം. സ്ഥിരമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളിന് ലിവർ സിറോസിസ് അടക്കമുള്ള മാരകമായ രോഗങ്ങൾ വരും എന്നിപ്പോ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് നമ്മൾ ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കണം. അതുപോലെ തന്നെ ഏറെ വൈകി കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ദഹനത്തെ അത് സാരമായി ബാധിക്കുന്നു. ഭക്ഷണം കഴിച്ച പാടെ നമ്മൾ പോയി കിടക്കുന്നു. വൈകുന്നേരം 7 മണിക്ക് മുമ്പേ നമ്മുടെ പ്രാതൽ കഴിച്ചിരിക്കണം. പണ്ട് കാലത്ത് അതിനു മുമ്പേ, സൂര്യാസ്തമനത്തിന് മുമ്പേ കഴിക്കണം എന്നാണ് പഠിപ്പിച്ചിരുന്നെങ്കിലും ഇന്ന് ഏറെ പ്രാരാബ്ദത്തോടെ ഓടി നടക്കുന്നു. ആ ബിസിനസ് ആയാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ നമുക്ക് ആ സമയം കൃത്യത പാലിക്കാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഏറ്റവും നല്ലത് ആ 7 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക. ഒരു കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളം കൂടി നിർത്തുക. എന്നിട്ട് ഒരു 10 മണിയോടുകൂടി നമ്മൾ ഉറങ്ങാൻ പോവുക. ആ ഉറങ്ങുന്ന ഉറക്കത്തിനൊരു താളമുണ്ട്. ആ താളം അനുസരിച്ച് നമുക്ക് കൃത്യമായി ഉറങ്ങിയ ഏറെ അതിരാവിലെ തന്നെ നമുക്ക് ഉണർന്ന് നമ്മുടെ കൃത്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഏറെ സഹായിക്കും. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ശരീരത്തിൽ അത് വിവിധ ഭാഗങ്ങളിലേക്ക് ആ ഡീപ്പായ ഉറക്ക സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലി വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് കഴിയും. അതിനുവേണ്ട നിർദ്ദേശം നമ്മുടെ ബ്രെയിൻ കൊടുക്കുമ്പോഴാണ് ആ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിംഗ് നമുക്ക് കിട്ടുക. ഈ കാര്യങ്ങൾ നമ്മൾ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതൊരു റവല്യൂഷന്റെ ഭാഗമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ പട്ടണ പ്രദേശങ്ങളിൽ റോഡിന് ഇരുവശവും നല്ല അലങ്കാരത്തോടുകൂടി, അലങ്കാര ദീപങ്ങളോടുകൂടി ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത വിരുദ്ധ ആഹാരങ്ങൾ ധാരാളം രുചിയിലും മണത്തിലും നമ്മളെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ അവിടെ പോയി വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അത് ദഹിക്കുന്നതിന് മുമ്പ് വന്ന് കിടക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യത്തിന് സംബന്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് ഡൈജഷൻ സംബന്ധമായ ഒരുപാട് ഡെഫിഷ്യൻസി ആ ശരീരത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അവരെ വളരെ അനാരോഗ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഓരോ രുചിക്കൂട്ടിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെമിക്കൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ ശരീരത്തിന് ഫൈബർ റിച്ച് ആയിട്ടുള്ളത് വേണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് വേണം, അതുപോലെ മില്ലിഗ്രാം ഉള്ള ഒരുപാട് മിനറൽസുകളും അതുപോലെ പ്രോട്ടീനുകളും നമ്മുടെ ശരീരത്തിൽ വേണം. മാക്രോ ന്യൂട്രീഷനും അതുപോലെ മൈക്രോ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ വേണം. ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ അകത്തെ മുറിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവാക്കളുണ്ട്. അതുപോലെ തന്നെ ന്യൂജൻ അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്. ഇത് ഫൈനലൈസ് ചെയ്ത് നമ്മളാ വീട്ടുകാരെ അല്ലെ ആ വീട്ടമ്മേനെ അല്ലെ ഗൃഹനാഥനെ അവര് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരുപാട് ചോദ്യശരങ്ങളുമായി അകത്തു നിന്ന് അറിവ് നേടിയ ആ ന്യൂജൻ ചെറുപ്പക്കാർ കടന്നു വന്ന് ഒരുപാട് ചോദ്യങ്ങളുമായി നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഇതൊക്കെ നമ്മുടെ ഫീൽഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവര് ചോദിക്കും, നിങ്ങൾക്ക് ഇത് പറയാൻ എന്താണ് കാര്യം?
നിങ്ങൾ ആരോഗ്യ സംബന്ധമായി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഫാർമക്കോളജി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഡോക്ടറാണോ? നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരാണോ? അവരോട് വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ ഒരു MBBS പഠിക്കേണ്ട, ഒരു ഫാർമക്കോളജി പഠിക്കേണ്ട. നമ്മൾ കൃത്യമായി എല്ലാ വിവരങ്ങളും നമ്മുടെ പ്രാചീന കാലം മുതലേ നമ്മുടെ വൈദ്യന്മാർ അല്ലെങ്കിൽ ആയുർവേദ മേഖലയുള്ള അല്ലെങ്കിൽ നല്ല നല്ല ഗ്രന്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു നിധി പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചരകന്മാരുടെ ഒക്കെ പുസ്തകങ്ങളിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മോഡേൺ മെഡിസിൻ, മോഡേൺ ശാസ്ത്രം വരുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം ആരോഗ്യത്തോടുകൂടി ദീർഘായുസ്സായി ജീവിച്ച് ഈ ലോകത്തോട് മൺമറഞ്ഞു പോയ ആളുകളാണ്. മോഡേൺ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഹ്യൂമൻ പത്തോളജി കൃത്യമായി പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യ നമുക്ക് അവൈലബിൾ ആണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് അവരോട് പറയാം. തർക്കത്തിന് വേണ്ടി നമ്മളെ വാദിച്ച് ജയിക്കാൻ വേണ്ടി പല തർക്കങ്ങളും നമ്മുടെ ന്യൂജൻ ചെറുപ്പക്കാർ നമ്മളോട് പറയും. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവര് പഠിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ആ ശീലമാണ് രോഗത്തിലേക്ക് മാറുന്നത് എന്ന് നല്ല ഭവ്യതയോടുകൂടി പറയുമ്പോൾ അവരെ നമുക്ക് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതാണ് വെൽനസ് റവല്യൂഷൻ. അങ്ങനെ നമ്മൾ നിരവധി തവണ ഈ അടുത്ത കാലത്തായി ഞാനും എന്റെ ലീഡർ ജയറാമേട്ടനും കൂടി ഈ പല വീടുകളിൽ പോകുമ്പോഴും അവിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട, ഫാർമസ്യൂട്ടിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ നിരവധി ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ അറിവിന്റെ പരിധി വെച്ച് കിട്ടാവുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കയുടെ ഔദ്യോഗിക സൈറ്റായ പബ്മെഡ്, അതുപോലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൃത്യമായ കണക്കുകൾ, ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കൃത്യമായി കിട്ടും. ഇത് അറിയുന്ന ആളുകൾ തന്നെ ഇത് പാലിക്കപ്പെടാതെ വരുമ്പോഴാണ് ഇവിടെ അനാരോഗ്യപരമായ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂജൻ ജനറേഷൻ അത്ര അനാരോഗ്യത്തിലേക്ക് പോകുക. എനിക്ക് എന്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ ഇപ്പൊ താമസിക്കുന്ന എന്റെ വീട്ടില് MBBS എബ്രോഡിൽ പോയി കഴിഞ്ഞു വന്ന 7 കുട്ടികൾ ഇവിടെ താമസിക്കുന്നു. അവരുടെയൊക്കെ ജീവിത രീതി കാണുമ്പോൾ, അവരുടെയൊക്കെ ഭക്ഷണ രീതി കാണുമ്പോൾ, അവരുടെ രീതികൾ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രൊഫഷനോട് തന്നെ നമുക്ക് അവമതിപ്പ് തോന്നുന്ന രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലാവരും അങ്ങനെ ആണെന്നല്ല, പക്ഷെ ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. രാത്രി 12 മണിക്കും 1 മണിക്കും ഫോൺ വിളിച്ചാൽ വീട്ടിൽ സാധനം എത്തിച്ചുകൊണ്ട് കൊടുക്കും. രാത്രി 3 മണി വരെ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറന്റുകളും രാത്രി മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന കടകളുണ്ട്. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ തന്നെ കിടന്നുറങ്ങുന്നു. എന്ത് ആരോഗ്യമാണ് അവരുടെ എല്ലാ ആരോഗ്യം. അവര് ജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാ മാനസിക ചിന്താഗതി തന്നെ അവര് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധത, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു പ്രൊഫഷനായിട്ട് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, പക്ഷെ അവരുടെ ജീവിത രീതി വളരെ രീതിയിൽ ഇന്ന് താളം തെറ്റിക്കൊണ്ടിരിക്കുക. അത്രത്തോളം നമ്മുടെ ചെറുപ്പക്കാര്, യുവതലമുറകള് ഈ ഭക്ഷണക്രമത്തിലും ജീവിതക്രമത്തിലും ആവശ്യമായ എക്സസൈസ് ഇല്ലായ്മയിലും ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി എക്സസ് വരുന്ന ശരീരത്തിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ച് പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ വയറും ഫാറ്റ് ശരീരവുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇതൊരു രോഗാതുരമായ സമൂഹമാണ്. ഈ സമൂഹത്തിലേക്കാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വെൽനെസ്, ഒരു അറിവ് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അത് നമുക്കേ കഴിയൂ. അതിന് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് നമുക്കത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതിന് വളരെ ആധികാരികമായ ജേണലുകളും ആധികാരികമായിട്ടുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ വീഡിയോ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മളെ എഗ്നസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പല കാര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരും. ഒരിക്കലും നമ്മൾ ആരും യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാൻ ആരോടും പറയേണ്ടതില്ല. അങ്ങനെ പറയുന്നത് യൂട്യൂബിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇന്ന് എത്ര നല്ല രീതിയിൽ പോകുന്ന സംഭവങ്ങളുണ്ടോ അതിനെല്ലാം ഒരു നെഗറ്റീവ് വേർഷൻ ഉണ്ടാക്കി അത് യൂട്യൂബിൽ പ്രചരിപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അതിനായിരിക്കും ഉണ്ടാകും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ഒരു മാർക്കറ്റിംഗ് ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂട്യൂബിൽ എല്ലാം നെഗറ്റീവ് മാത്രമായിരിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും നെഗറ്റീവ് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന്റെ ആധികാരികത യൂട്യൂബ് അല്ല.
അല്ലാതെ മെറ്റയും ഗൂഗിളും അടക്കമുള്ള ഒരുപാട് ഔദ്യോഗിക സൈറ്റുകൾ, നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വിശ്വാസയോഗ്യമായ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളുടെ പിൻബലത്തോടുകൂടി കൃത്യതയോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഞാനും ജയറാമേട്ടനും കൂടി MBBS ഡോക്ടറെ അടുത്ത് പോയി ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യതയോട് പറഞ്ഞപ്പോ അദ്ദേഹം 1-2 ആർഗ്യുമെന്റുകളും പറഞ്ഞു. ഇതിനെന്താണ്, ഇതിന് ശാസ്ത്രീയമായ എവിഡൻസ് എന്താണ് എന്ന് ചോദിച്ചു. ശാസ്ത്രീയമായ എവിഡൻസ് പറയാൻ നമ്മളിതൊരു രോഗത്തിനുള്ള ചികിത്സയല്ല, ഇതൊരു മരുന്നല്ല. മനുഷ്യ ശരീരത്തിൽ ഈ രക്തചംക്രമണത്തെ ഇത് കാര്യമായി ഇത് സഹായിക്കും എന്ന് റാഞ്ചോ ടാഗോ എന്ന ശാസ്ത്രജ്ഞൻ 1960-കളിൽ തന്നെ ഇത് ഒരു പ്രബന്ധമായി അവതരിപ്പിച്ചപ്പോൾ നോബൽ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവ് ചോദിച്ച ഒരു ഡോക്ടർ നമ്മുടെ അനുഭവത്തിലുണ്ട്. പക്ഷെ നമ്മളത് കൃത്യമായി പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഹ്യൂമൻ ബോഡിയില് ഈ മാഗ്നസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിന് നിരവധിയായ പ്രാചീന ഗ്രന്ഥങ്ങള്, കൃതികള് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. ആയിരക്കണക്കിന് ബുക്കുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം, ജപ്പാനിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി ലോകത്തിൽ ആദ്യമായി കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഇറക്കി ഇന്ന് ലോകം മുഴുവൻ അവർ വിപണി കണ്ടെത്തിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മാഗ്നറ്റിക് കല്ലുകൾ ഉപയോഗിച്ചും മാഗ്നറ്റിക് കോസ്മെറ്റിക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചും ലോക വിപണിയിൽ വലിയൊരു മാർക്കറ്റിംഗ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഈ തരുണത്തിലാണ് നമ്മുടെ MD വളരെ സയന്റിഫിക് ആയിട്ട് ഈ ബയോമാഗ്നറ്റിക് ഈ പ്രൊഡക്റ്റിനെ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഈ മാട്രസ് പാഡിനകത്തും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിസ്റ്റ് ബാൻഡിലും അതുപോലെ തന്നെ വാട്ടർ എനർജി പാഡിലും നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ള ആ വേദനയുള്ള സ്ഥലത്തെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നെയിൽ പാടും വെരിക്കോസ് പാടും ഐപാടും അടക്കമുള്ള നമ്മുടെ നടുവിൽ വേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശരീരത്തിൽ എവിടെ വേദനയുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടു കൂടി വളരെ ആധികാരികമായി ഗവൺമെന്റിന്റെ എല്ലാ നോംസും അംഗീകരിച്ചുകൊണ്ട് എല്ലാ ലീഗൽ പ്രൊസീജിയറും അംഗീകരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു MLM കമ്പനിയാണ്. ഞാൻ അതിന്റെ ചരിത്ര വഴികളിലൂടെ ഒന്നും പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യത്തെ VIP തൊട്ട് സാധാരണക്കാർ വരെ ഇന്ന് ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതിന്റെ പ്രോഡക്റ്റുകൾ, ബൈ പ്രോഡക്റ്റുകൾ, നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ മുഴുവൻ ആളുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് വലിയ ഒരു തൊഴിൽ സംരംഭത്തിന് തന്നെ വഴിമരുന്നിട്ടുകൊണ്ടുള്ള മഹത്തായ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അതും നമ്മുടെ ഒരു റവല്യൂഷനായിട്ട് നമ്മുടെ രാജ്യത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ നമ്മൾ മാത്രമാണ്. നമുക്കറിയാം, ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലിന് യാതൊരു സുരക്ഷിതത്വവുമില്ല. അത് സ്ഥിര വരുമാനം കിട്ടുന്ന സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കാണെങ്കിലും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കാണെങ്കിലും ഒരു തൊഴിൽ മേഖലയ്ക്കും സുരക്ഷിതമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയിഡ് സെക്ടർ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളും പണിയെടുക്കാൻ ശേഷിയുള്ള 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മാൻ പവർ കെട്ടിക്കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തെ ജനങ്ങളുടെ അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി ഒരു സ്വയം തൊഴിലായി ഏറ്റെടുത്തുകൊണ്ട് അതിന് യാതൊരു അക്കാദമിക് ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ലാത്തതിനെ സ്വയം പഠിച്ചുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി വന്നാൽ എത്ര വരുമാനം വേണമെന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മേഖലയായി ഈ മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഈ കുറഞ്ഞ കാലയളവിലെ എക്സ്പീരിയൻസിലൂടെ 13ാം സ്ഥാനത്ത് നിന്ന് മറികടന്ന് കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും അതിവേഗം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റവല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതിന്റെ പ്രൊജക്റ്റും ഇന്ന് ആളുകളെ ഏറെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, അതിന്റെ നൂതനമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ കച്ചവട മനോഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് ആ പഠനത്തിന്റെ ഭാഗമായി കൊണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആളുകൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുക എന്ന
വളരെ വിദഗ്ധമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ MD അനുദിനം അപ്ഡേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അപ്ഡേഷൻ നടക്കുമ്പോൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള നമ്മളും ഈ അപ്ഡേഷനിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന അപ്ഡേഷനുകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പരമ്പരാഗതമായി നമ്മൾ അനുവർത്തിച്ചു വരുന്ന പല ബിസിനസ് രീതികളും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ രീതികളും ചേഞ്ച് വരുത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെയും ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിന്റെയും എല്ലാ സാധ്യതകളെയും പരമാവധി പഠിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇത് വലിയൊരു അവസരമാക്കി നമുക്ക് മാറ്റിയാൽ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കും നമ്മുടെ രാജ്യത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും ഇതൊരു വലിയൊരു അവസരമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. നമുക്കറിയാം, നമ്മളിപ്പോ നോയിഡയില് വലിയ സമരം നടന്നുകൊണ്ടിരിക്കുക. ആ സമരക്കാർക്ക് നേരെ ഗവൺമെന്റും മാനേജ്മെന്റും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഏറെ ദുഃഖകരമായ കാര്യങ്ങളാണ്. അത് നോയിഡ എന്നുള്ളത് ഇനി രാജ്യത്തിലേക്ക് വിവിധ തലങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുക. ഒരു സ്ഥിര വരുമാനം, ഒരു സ്ഥിരം തൊഴിൽ എന്ന കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുക. അത് ഗവൺമെന്റ് തലത്തിലായാലും വൈറ്റ് കോളർ തലത്തിലായാലും ഏത് മേഖലയിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ മേഖലകളും ഇന്ന് കോൺട്രാക്ട്വൽക്കരിച്ചുകൊണ്ടിരിക്കുക. ആ രീതിയിൽ ഇന്ന് പഠിച്ചാൽ മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടും എന്ന കാര്യത്തിൽ ഒരൊറപ്പുമില്ല. ഇന്ന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ എത്രയോ ആളുകൾ ഇന്ന് തൊഴിലില്ലാതെ നമ്മുടെ സമൂഹത്തിന് ഇന്ന് തൊഴിൽ അന്വേഷകരായി മാറിക്കൊണ്ടേയിരിക്കുക. നമുക്കറിയാം, ഒരുപാട് എക്സ്പീരിയൻസുകൾ അതിന്റെ ഭാഗമായി പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സൂം മീറ്റിംഗിൽ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പങ്കുവച്ചതാണ്. കാരണം എത്രയോ ലക്ഷങ്ങൾ മുടക്കി പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ അവന്റെ അധ്വാനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ തോതനുസരിച്ച് അവന്റെ അർഹതയ്ക്കനുസരിച്ചൊരു ജോലി ഇന്ന് നമുക്ക് അപ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ച് ഇന്ന് ആളുകൾ എബ്രോഡിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ ജോലിയാർത്ഥം കുടിയേറിക്കൊണ്ടിരിക്കുക. അവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഒരു മഹാമാരിയോ ഒരു പാൻഡമിക്കോ വരുമ്പോ സ്വന്തം രാജ്യത്തെ അല്ലെ സ്വന്തം ബന്ധുക്കളെയൊക്കെ കാണാനുള്ള അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തായി കണ്ടതാണ്. നമുക്കറിയാം, രാജ്യം ഒരു യുദ്ധഭീഷണി വന്നപ്പോ ആ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ മാനസിക പ്രയാസങ്ങൾ, ബന്ധുക്കളുടെ നാട്ടിലുള്ളവരുടെ പ്രയാസങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്ന ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിന് ഇനി ആവശ്യം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നമുക്കറിയാം, തുടക്കത്തിൽ ഇവിടെ ബിജു പറഞ്ഞു, നമുക്കിവിടെ മൾട്ടി ലെവൽ ഹോസ്പിറ്റലുകളെക്കാളുപരി നമ്മുടെ രാജ്യത്ത് വെൽനസ് സെന്ററുകളാണ്, വെൽനസ് അവയർനെസ് കിട്ടുന്ന മേഖലകളാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. അത് നമ്മുടെ പരിസ്ഥിതിയിലായാലും നമ്മുടെ ഭക്ഷണക്രമത്തിലായാലും നമ്മുടെ ജീവിത രീതിയിലായാലും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല രീതികളും ആളുകളെ പഠിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടേതുപോലെയുള്ള ഈ രാജ്യം, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ എൻവയറമെന്റ് ആണ്, നമ്മുടെ പരിസ്ഥിതി മലിനീകരണമാണ്. അതൊരു വലിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആളുകളോട് പറയാൻ വേണ്ടി കഴിയും, ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ മഴക്കാലം എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഓരോ വീടുകളിലും നമുക്ക് ശുചിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സബ്ജക്ട് അല്ലെങ്കിൽ പോലും ഞാൻ അവസരോചിതമായി സന്ദർഭോചിതമായി ഇത് സൂചിപ്പിക്കുക. നമ്മുടെ കുടില് മുതൽ കൊട്ടാരം വരെ വലിയ രമ്യകർമ്മങ്ങൾ വരെ ഉണ്ടെങ്കിലും അവിടെയും എല്ലാം നമ്മുടെ ശത്രുകീടങ്ങൾ നമ്മുടെ വീടിനകത്ത് തന്നെ കുടിയിരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതും രോഗാവസ്ഥയിലേക്ക് പോകും. അതിന്റെ ഒരു തിരിച്ചറിവ് കൊടുക്കുന്നത് ഒരു വെൽനസ് അവയർനെസിന്റെ ഭാഗമാണ്. നമുക്കറിയാം, അടച്ചിട്ട റൂമുകൾ, ആ റൂമിൽ ജനലൊക്കെ മാസങ്ങളോളം അടച്ചിട്ട റൂമുകളിൽ ഒരുപാട് ശത്രുകീടങ്ങൾ, രോഗാണുക്കൾ അടങ്ങുന്ന ജീവജാലങ്ങൾ കടന്നിരിക്കാൻ ഇടയുണ്ട്. കട്ടന്റെ ഇടയിലും അടച്ചിട്ട് ജനലിന്റെ ഇടയിലും അതുപോലെ തന്നെ ഫർണിച്ചറുകളുടെ മൂലകളിലൊക്കെ നമുക്ക് കണ്ടെത്താത്ത, ശുചീകരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന ജീവജാലങ്ങൾ ഉണ്ടാവും. അതുപോലെ ഡസ്റ്റ്, പൊടി ഉണ്ടാവും. ആ പൊടി ആ മുറികളിൽ കടന്നു ചെല്ലുന്ന ആളുകൾ അലർജി ഉണ്ടാവും. ആ അലർജി പല രോഗങ്ങളായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ പുസ്തക ശേഖരങ്ങളും അതുപോലെ നമ്മുടെ അനാവശ്യമായ ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രക്കെട്ടുകളും അത് ഉപയോഗശൂന്യമായിട്ടുള്ള
ചെരുപ്പുകൾ അടക്കമുള്ള തുണിത്തരങ്ങൾ അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും നമ്മൾ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അത് സംസ്കരിക്കുന്ന ആളുകൾക്ക് അത് കൈമാറുകയോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് കൈമാറിക്കൊണ്ടോ നമ്മുടെ വീടിനകം പോലും നമുക്ക് ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ വെളിച്ചവും വൃത്തിയും നമുക്കുണ്ടായാൽ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറാൻ വേണ്ടി കഴിയും. നമുക്കറിയാം ഇന്ന് ആളുകളിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് അലർജി. അലർജി ഉണ്ടാവുന്നതിനുള്ള പല കാരണങ്ങളും വീടിനകത്തെ ഈ രീതിയിലുള്ള നമ്മൾ തറയും പരിസരവും ഒക്കെ ശുചീകരിക്കും, പക്ഷെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ബാക്ടീരിയകളും ശത്രു കീടങ്ങളും നമ്മുടെ വീട്ടിനകത്തുണ്ട്. വീടിനോട് ചേർന്ന് നമ്മൾ ഒരുപാട് അനാവശ്യമായ കുട്ടികളുടെ കളിക്കോപ്പുകളും സൈക്കിളുകളും പൊട്ടിയ സാധനങ്ങളും കലവും ഫർണിച്ചറും പാത്രങ്ങളെല്ലാം ഡബ് ചെയ്യുന്നിടത്ത് ഒരുപാട് ശത്രു കീടങ്ങളുണ്ട്. അവിടെ പാറ്റ ഉണ്ടാവും, അവിടെ പല്ലി ഉണ്ടാവും, അവിടെ ക്ഷുദ്രജീവികൾ ഉണ്ടാവും, പാമ്പ് ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ വീടിനോട് ചേർന്ന് ഡബ് ചെയ്ത് വെക്കുമ്പോൾ, അതുപോലെ തന്നെ മഴക്കാലം ആരംഭിക്കുമ്പോൾ തുറന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും ചിരട്ടകളും ഒക്കെ ഡബ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ എല്ലാം വെള്ളം കെട്ടുകൾ ഉണ്ടാവും, കൊതുകുകൾ വരും, രോഗങ്ങൾ പരക്കും. അപ്പൊ ഇതെല്ലാം ഈ രീതിയിൽ നമ്മൾ താമസിക്കുന്ന എൻവയറമെന്റിനെ പോലും നമുക്ക് ശുദ്ധീകരിച്ചുകൊണ്ട് ആ രോഗ അവസ്ഥയിൽ നമുക്ക് മാറാൻ വേണ്ടി കഴിയും. ഇത് നമുക്ക് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതൊരു വെൽനസ് റവല്യൂഷന്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പച്ചക്കറി തോട്ടങ്ങൾ, അടുക്കള തോട്ടങ്ങൾ. എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ ശേഖരിക്കാൻ വേണ്ടി കഴിയും. ഈ രീതിയിലേക്ക് ഒരു സമൂഹത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വെൽനസ് റവല്യൂഷൻ സൃഷ്ടിക്കാൻ നമുക്കേ കഴിയൂ. അതിന് എത്ര നെഗറ്റീവ് ഉണ്ടായാലും എത്ര എതിർപ്പുകൾ ഉണ്ടായാലും അതിനെല്ലാം സഹിഷ്ണുതയോടെ കേട്ടുനിന്ന് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. മാത്രമല്ല നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാനും കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇടത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തിരിച്ചറിവോടുകൂടി നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട്. അതെല്ലാം നമ്മുടെ പ്രവർത്തനത്തിലൂടെ, ജീവിതത്തിലൂടെ, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലൂടെ നമുക്കത് പൂരിപ്പിച്ചുകൊണ്ട് അത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം ഏറെ വൈകിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാർ അടക്കമുള്ള ആളുകൾ, നമ്മുടെ ലീഡേഴ്സ് ഇവിടെയുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം നമ്മുടെ സബ്ജക്റ്റുമായി ഇതിന്റെ എന്ത് ബന്ധം ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു ജേക്കബ് സാർ. വെൽനസിലൂടെ സഞ്ചരിച്ച്, നമ്മുടെ പ്രൊഡക്റ്റിലൂടെ സഞ്ചരിച്ച് ലാസ്റ്റ് നമുക്ക് നമ്മുടെ വീടുകളെ ആദ്യം ക്ലീൻ ആക്കാം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്നൊരു സൂചനയോടുകൂടി വളരെ ഹൃദയസ്പർശിയായി ഇന്നത്തെ ഈ ദിവസം ധന്യമാക്കി തന്ന, ഇനിയും പറഞ്ഞാലും തീരാത്ത അറിവിന്റെ നിറകുടമായ ജേക്കബ് സാറിന് ഈ KBC കമ്മ്യൂണിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ KBC കമ്മ്യൂണിറ്റിയുടെ, നമ്മളൊക്കെ എല്ലാ ദിവസവും ആ സൗണ്ട് ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തൊരു രീതിയിൽ അല്ലെങ്കിൽ വർക്കിന് പോകാനൊരു എനർജി കിട്ടാത്ത രീതിയിൽ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ മനോജ് സാറിന്റെ ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജേക്കബ് സാറാണ് നമ്മളോട് സംവദിച്ചത്. കാരണം അത്രയും റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും 6 മണിക്ക് നിർബന്ധമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ലിങ്ക് ഓൺ ചെയ്യുന്നതാണ്. അപ്പൊ വളരെ നല്ലൊരു അവതരണമാണ് ഇന്ന് നമ്മുടെ ജേക്കബ് സാർ നടത്തിയത്. വെൽനസ് റവല്യൂഷൻ അല്ലെ, ഓരോ കാലഘട്ടത്തിൽ ഓരോ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർഷിക വിപ്ലവം, ഒരു കാലത്ത് കർഷകന്റെ കാശുകാരായിരുന്നു, കാർഷിക വിപ്ലവം വന്നു. ആ കാർഷിക വിപ്ലവം കഴിഞ്ഞിട്ട് പിന്നെ വ്യാവസായിക വിപ്ലവം വന്നു. അന്ന് വ്യവസായികളായിരുന്നു പിന്നെ കോടീശ്വരന്മാര്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയപ്പോ ടെക്നോളജി വന്നപ്പോ അവരെയൊക്കെ തള്ളിക്കൊണ്ട് ഇല്ലേ, ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ലാത്ത ജെഫ് ബിസോസ്, ആമസോണിന്റെ MD യും, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലൂടെ നമ്മുടെ ബിൽഗേറ്റ്സും
ഒക്കെ ലോകത്തിലെ കോടീശ്വരന്മാരായി മാറി. ഓരോ കാലത്ത് നടക്കുന്ന റവല്യൂഷനാണത്. അതിനുശേഷം IT റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന റവല്യൂഷനാണ് വെൽനസ് റവല്യൂഷൻ. വെൽനസ് റവല്യൂഷൻ ഇപ്പോ രാജ്യങ്ങളിൽ മുഴുവൻ നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു റവല്യൂഷനാണ്. വരും വർഷങ്ങളിൽ 5-10 വർഷത്തിനുള്ളിൽ മാക്സിമം പോയാൽ അതിന്റെ വലിയൊരു തേരോട്ടം ലോകമാകെ നടക്കുമ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ആരൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടോ, ഇത് നെഞ്ചിലേറ്റിക്കൊണ്ട് ആരൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വന്ന് വളരെ സജീവമായിട്ട് സാന്നിധ്യമായിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ പ്രചാരകരായിട്ട് മാറുന്നുണ്ടോ, അവർ ഈ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറും. അവർ ഇതിന്റെ ഒക്കെ എന്താ പറയാ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുന്ന മഹാവ്യക്തിത്വങ്ങളായിട്ട് മാറും. ഒരു ജെഫ് ബെസോസിനെ പോലെ, ഒരു ബിൽ ഗേറ്റ്സിനെ പോലെ, ഒരു 1000 ബിൽ ഗേറ്റ്സും 1000 ജെഫ് ബെസോസും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഡയറക്ട് സെല്ലിങ്ങിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതാണ് ഇവിടെ ജേക്കബ് സാർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്. വെൽനസ്സും ഇൽനസ്സും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. നിരവധി മൾട്ടിനാഷണൽ മൾട്ടി ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ കുഗ്രാമങ്ങളിൽ പോലും ഇന്ന് തലപൊക്കുകയാണ്. അതാണ് വീടാന്തരം ചെന്നിട്ട് ഇതിലെ ഇന്നിപ്പോ ലാബ് ടെസ്റ്റ് ചെയ്യാൻ വീട്ടിലേക്ക് വരികയാണ്. പണ്ട് നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ലാബിലേക്ക് പോകണം. ഇന്നെല്ലാം വീട്ടുമുറ്റത്താണ്. അതുകൊണ്ട് ഡോക്ടേഴ്സ് വീട്ടിലേക്ക് വരുന്ന സാഹചര്യമാണ്. അത്രയും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് ഇന്ന് ഇൽനസ് മേഖല എന്ന് പറയുന്നത്. കാരണം വിദേശ കമ്പനികളിൽ അതുമാതിരി ആരോഗ്യരംഗമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ മേഖലകളിലേക്ക്. അത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് കടന്നു വരുന്നത് നമ്മളെ കേരളത്തിലാണ് എന്നുള്ളത് നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ രോഗം വന്നാൽ ചികിത്സിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ആധുനിക സംവിധാനങ്ങളും വേണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം രോഗം വരാത്ത ഒരു തലമുറയെ നമുക്ക് ഇങ്ങനെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ജേക്കബ് സാർ ഇവിടെ അവതരിപ്പിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻ ജേക്കബ് സാർ. എല്ലാവർക്കും നന്ദി പറയാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ബിഗ് കൺഗ്രാജുലേഷൻ ഞാൻ ഈ അവസരത്തിൽ താങ്കൾക്ക് നേരുകയാണ്. ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എല്ലാവരും മുൻപന്തിയിലേക്ക് വരാനും നമ്മുടെ ചെറിയ അറിവുകൾ പകർന്നു കൊടുക്കാനും അത് മറ്റുള്ളവർക്ക് വലിയ അറിവായി സ്വീകരിക്കാനും മാറ്റാനും സമൂഹത്തിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കും. ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മളെല്ലാം ചെയ്യുന്നത് ഇന്നത്തെ സമൂഹത്തിന് നാളത്തെ തലമുറക്ക് ആവശ്യമായ ഒരു പ്രോഗ്രാമാണ്, ആവശ്യമായ ഒരു സിസ്റ്റത്തിലാണ് നമ്മളൊരു യാത്ര നേരായ വഴിയിലൂടെയാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ യാത്ര നേരായ വഴിയിലൂടെയാണ് അല്ലെ, ഇതുകൊണ്ട് എന്തെങ്കിലും ഈ സമൂഹത്തിന് ഗുണമുണ്ടോ, നമ്മൾ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപദ്രവമായി മാറുന്നുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. അറിഞ്ഞോ അറിയാതെ നമ്മൾ ചിന്തിക്കും. മനുഷ്യ മനസ്സതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കാരണം നമ്മൾ നേരായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അടുത്ത 10-25 വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൽനസ് മാറിയിട്ട് വെൽനസ് ഇൻഡസ്ട്രിയുടെ വലിയ ഒരു സുവർണ കാലഘട്ടമാണ് കൊടികുത്തി വാഴാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട. വെൽനസ് ഇൻഡസ്ട്രിയുടെ സുവർണ കാലഘട്ടം ഇന്ത്യയിൽ കൊടികുത്തി വാഴുമ്പോൾ അതിലെ നമ്പർ 1 കമ്പനിയായിട്ട് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന വെറും കേവലം 4 പ്രൊഡക്റ്റുമായിട്ട് വന്ന ഇന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് 13ാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് അല്ലെ, ഇന്ന് വരെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ തന്നെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായ ഈ ബയോട്ടോറിയത്തിന്റെ വക്താക്കളാണെന്നുള്ള അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് ആരുടെ മുമ്പിലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം പ്രീമിയം ക്ലാസ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് വിലയുണ്ടാവും. പല കമ്പനിയും വില കൂടുതലാണെന്ന് പറയുന്നത്. വില കൂടുതലാണെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടാവും സുഹൃത്തുക്കളെ, അല്ലേ? നമുക്കറിയാം വില കൂടുതലുള്ളതിന് ക്വാളിറ്റി ഉണ്ടാവും, ഗുണമുണ്ടാകും. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള ആവേശം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു, ഇത് എപ്പോഴും നമ്മുടെ ജീവിതം തന്നെ ഒരു തരംഗ രൂപത്തിലാണ് അല്ലെ. കാട്ടിന്റെ പ്രവർത്തനം നമുക്കറിയാം തരംഗ രൂപത്തിലാണ്. നമ്മൾ ECG എടുത്ത ഒരു തരംഗം ഉണ്ടാവും അല്ലെ. എന്താ തരംഗത്തിന്റെ പ്രത്യേകത? അതിന് കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും, കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. നമ്മൾ ശബ്ദം സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ് അല്ലെ. എല്ലാം തരംഗ രൂപത്തിലാണ് മുഴുവൻ സംഭവങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം തന്നെ അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ്. ഒരു ഉയർച്ചയുണ്ടാവും, ഒരു താഴ്ചയുണ്ടാവും, ഒരു ഉയർച്ചയുണ്ടാവും, ഒരു താഴ്ചയുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും. ഈ താഴ്ച കാണുമ്പോൾ ആളുകൾ എല്ലാം കൂടി പരിഭ്രാന്തരായിട്ട് എല്ലാം തീർന്നു എന്ന് വിചാരിക്കട്ടെ. ഈ താഴ്ന്നത് എന്തിനാണെന്ന് അറിയോ? ഉയരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്.
താഴ്ന്ന് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട്, അതാണ് പ്രകൃതി ശക്തിയുടെ നിയമം എന്ന് പറയുന്നത്. അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. നമ്മൾ താഴുമ്പോൾ മാനസികമായി ആകെ ടെൻഷൻ പിടിക്കുകയല്ല വേണ്ടത്. അപ്പൊ നമ്മൾ ആഹ്ലാദിക്കണം. ഞാൻ ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഞാനിതാ ഉയരാൻ വേണ്ടി പോകുന്നു, എന്നെ ഉയർത്താൻ വേണ്ടി പോകുന്നു ദൈവം ഈ ബിസിനസ്സിൽ നിന്നുള്ള ഒരു ആത്മബോധം, ഒരു ആവേശം, ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശയാണ് നിങ്ങളുടെ മനസ്സിൽ ഉദയം ചെയ്യേണ്ടത്. കുറച്ച് ബിസിനസ് പറയുമ്പോൾ ആകെ ടെൻഷനായി, ഇനി എന്ത് ചെയ്യും, അടുത്തതിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. ഓരോ പ്രോബ്ലംസ് നമുക്ക് എന്താ അല്ലെ, ഓരോ അവസരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ്. എല്ലാം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സാണ് നമ്മളെ മുഴുവൻ വളർത്തുന്നതും തളർത്തുന്നതും എല്ലാം മനസ്സാണ്. അതുകൊണ്ട് മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ഈ ചിന്തകൾ നിങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. അതും നടക്കൂല, ഇതും നടക്കൂല, മറ്റേതും നടക്കൂല, ഒന്നും നടക്കൂല, ഇല്ലേ? എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻസും വറീസും ഇവിടെ ആവശ്യമില്ല. കാരണം നമ്മൾ ഒറ്റക്കെട്ടാണ്. ഇത് ഒരാളുടെ കഴിവ് കൊണ്ടല്ല ഇവിടെ വിജയിക്കുന്നത്. നമ്മൾ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അതിനുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്തും നമ്മുടെ ടീമിന്റെ ഭാഗത്തും കൂടി ക്രോഡീകരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു വിജയം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വരും തലമുറക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യാവസായിക വിപ്ലവവും കാർഷിക വിപ്ലവവും അതുപോലെ തന്നെ IT വിപ്ലവം ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നിരവധി ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ വെൽനസ് ഇൻഡസ്ട്രിയിലൂടെ, വെൽനസ് റെവല്യൂഷനിലൂടെ ഈ കൊച്ചു കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഫീൽഡാണ് നമ്മളിവിടെ തെരഞ്ഞെടുക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കട്ടെ. നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത ദിവസങ്ങളൊക്കെ വരും. ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോവാണ്. നാളെ മറ്റന്നാൾ ഇവിടെ മീറ്റിംഗ് ഉണ്ട്, കോർ ലീഡേഴ്സ് മീറ്റ് ഉണ്ട്, സാറായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. പുതിയ ഓഫീസിലാണ് നമ്മളെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. പഴയ 2 ഓഫീസുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഓഫീസിന്റെ കാര്യമില്ല. ഇപ്പൊ ഒരു 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പുതിയ ഓഫീസാണ്. ഇന്നലെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ കോർ ലീഡേഴ്സിന്റെ മീറ്റ് നടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവിടെ പുതിയ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾ അറിയിക്കും. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള നമുക്ക് കൂടുതൽ വരുമാനം എങ്ങനെ തരാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മുടെ സാഗർ സാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗുണപ്രദമായ രീതിയിൽ. അപ്പൊ അതിനുള്ള ഒരു ക്ഷമ എല്ലാവരും കാണിക്കുക. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ആരോഗ്യവും സമ്പത്തും സമാധാനവും പ്രദാനം ചെയ്യുന്ന വലിയ ഒരു കമ്പനിയുടെ ഭാഗം തന്നെയാണെന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇല്ലേ, വേദനയും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന, ആരോഗ്യപരമായും സാമ്പത്തികപരമായും വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനും, ഇല്ലേ, അവരുടെ മനസ്സിൽ, ഇല്ലേ, ഒരു പ്രകാശം ചൊരിയാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിനുള്ള ഊർജവും ശക്തിയും ആവേശവും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ കോട്ടയം BOP ആണ്. ആ പ്രദേശത്തുള്ള ലീഡേഴ്സ് പരമാവധി ഗസ്റ്റുകളുമായിട്ട് ആ പ്രോഗ്രാം സെന്ററിൽ എത്തണം. ഗസ്റ്റുകൾ ഇല്ലെങ്കിൽ പോലും നമ്മളെല്ലാ പ്രോഗ്രാം സെന്ററിലും നമ്മൾ സജീവമാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാളെ പാലക്കാട് BOP ആണ്. അതുപോലെ തന്നെ ഇടുക്കി ചെറുതോണി BOP ആണ്. അതെല്ലാം തന്നെ ഗ്രൂപ്പുകളിലേക്ക് വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ണൂർ പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം പിക്ക് അടുത്ത ദിവസങ്ങളിൽ വരും. മാറി പല പ്രദേശങ്ങളിലും നമ്മൾ പ്രോഗ്രാം സെന്ററുകൾ സജീവമാക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം സെന്ററുകളിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് വളരാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനനുസരിച്ച് ലീഡേഴ്സ് വേണ്ട രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ആരോഗ്യത്തിലേക്കും നല്ലൊരു സമ്പത്തിലേക്കും നല്ലൊരു സമൃദ്ധിയിലേക്കും നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ബിജു സാർ വിളിക്കൽ, അദ്ദേഹം അറിയാം, അദ്ദേഹമൊക്കെ ഈ മേഖലയിലേ ഇല്ല ആളല്ലേ, ഇതിനൊക്കെ നഖശികാന്തം എതിർത്ത ആളാണ്. ഇന്നിപ്പം ഇതിന്റെ വളരെ വക്താവായി അംബാസിഡറായിട്ട് അല്ലെ അത്ര ഹൃദയം തുറന്നാണ് അദ്ദേഹമൊക്കെ സംസാരിക്കുന്നത്, മനസ്സിലാക്കുന്നത് നിങ്ങൾ. അതുപോലെ തന്നെ ജേക്കബ് സാറിനെയൊക്കെ നിരവധി തവണ പോയിട്ടാണ് അദ്ദേഹമൊക്കെ ഈ പ്രൊഡക്റ്റ് എടുത്തത്. ഇതിനൊക്കെ നിരാകരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹമൊക്കെ. പിന്നെ ഇത് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഇവരൊക്കെ ഇതൊക്കെ നെഞ്ചിലേറ്റിയിട്ട് അല്ലെ വലിയ പ്രചാരകരായിട്ട് മാറിയത്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഇന്നത്തെ പിക്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ എല്ലാം തന്നെ അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിലേക്കും ഈ പിക്ക് ഷെയർ ചെയ്യാം. പിക്കുകൾ ഓരോരുത്തരും പുതിയ ഗസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ പിക്കുകൾ നിങ്ങളെ ഇന്ന് പ്രോഗ്രാമിൽ അടുത്ത ദിവസം പ്രോഗ്രാം നടക്കുന്ന സെന്ററിലേക്ക് ഗസ്റ്റുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം സൂം മീറ്റിംഗ്, ഇന്നലെയൊക്കെ ആളുകൾ രാത്രി കുറവായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞ ഒരു ഗസ്റ്റിനെയും നിങ്ങൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചാൽ അത് ഉറപ്പായിട്ടും അത് ഒരു ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഒരാളല്ല ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാളിലൂടെ ചിലപ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, ഇല്ലേ. ഞാൻ കേരളത്തിൽ വന്ന് ഇത് ഏറ്റെടുത്തപ്പോ എത്ര പേര് വന്നു? ഇപ്പൊ 5 ലക്ഷത്തോളം ആളുകൾ വന്നു, ഇല്ലേ. ഒരാളല്ല ഇവിടെ വരുന്നത്. ഒരാളിലൂടെ വരുന്നത് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക്, ഇല്ലേ,
ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹവും നൽകുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിലും കൂടുതൽ ആളുകളെ ക്ഷണിക്കുക, പങ്കെടുപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ജി ബട്ടർ.